മേനെ പ്യാർ കിയ ഈ വീഡിയോ പറയുന്നത് ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. എന്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. അപ്പൊ ആ സെൻസിൽ മാത്രം എടുക്കുക. ഈ സിനിമ കാണാൻ തന്നെ കാരണം നമ്മുടെ മുറയിൽ അഭിനയിച്ച ആ ആക്ടറിന്റെ സിനിമ ആയതുകൊണ്ട്, പുള്ളിന്റെ സിനിമ ആയതുകൊണ്ട് മുറ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോയി കണ്ടാണ്. ഭയങ്കര ഇഷ്ടമായി. അപ്പം അതേ പ്രതീക്ഷയിൽ തന്നെ ഒരുവിധം തരക്കേടില്ലാത്ത സിനിമയായിരിക്കും എന്ന അർത്ഥമാണ് പോയത്. ആ പ്രതീക്ഷകളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാർട്ടിങ്, നല്ല അടിപൊളി ലെവൽ മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, ആദ്യത്തെ ഷോട്ടുകളെല്ലാം കിടിലൻ. ഒരു തമിഴ് സിനിമേന്റെ ഒരു ലുക്ക്, അതായത് പ്രോപ്പർ അടിപൊളി ഒരു ഇടിപ്പടം, ആ ഒരു മൂഡ് തോന്നിയിട്ട് ആ ഒരു ടൈം കുറച്ചു നേരം അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അല്ലാണ്ട് പിന്നെ ഈ സിനിമ ഒന്നുമില്ല. നമ്മൾ ഈ കണ്ട് മടുത്തേക്കുന്ന പോലെ നാട്ടിൽ കുറച്ച് പേര് അവർ കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, എന്തൊക്കെയോ ഇങ്ങനെ കുറച്ച് അലമ്പായി നടക്കുന്നു. അതിനകത്ത് കുറച്ച് മൂത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നു, ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇത് എത്രയോ കണ്ടു. ഇനി ഇത് നിർത്തിക്കൂടെ? കണ്ട് മടുത്തു. അത് ആ രീതിയിൽ ആയിട്ടുണ്ട്. അങ്ങനത്തെ സാധനം പിന്നെ എടുത്ത് കൈവെക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചുകൂടെ? ഇത് ആൾക്കാർ കുറെ കണ്ടതാണ്. ഇനി ഇത് വർക്കാവില്ല. കാരണം ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആളും ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളൊക്കെ എത്രയോ സിനിമകൾ കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് അറിഞ്ഞൂടെ? നമുക്ക് തന്നെ ഒരു സാധനം ഇറക്കുമ്പം ഇത് വേവാൻ ചാൻസ് ഇല്ല, ഒരു ഫീല് തോന്നുന്നില്ല, കഥയിലേക്ക് നമ്മളെ അങ്ങ് ഇറക്കുന്നില്ല. നമുക്കറിയാം ഇത് പ്രഡിക്റ്റബിൾ ആണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചേക്കുന്ന സൗണ്ട്, നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി ഡയറക്ടറും എന്നെ മാക്സിമം പുള്ളീൻ്റെ ചെയ്തിട്ടുമുണ്ട്. ചിലപ്പോൾ സ്ക്രിപ്റ്റിന്റെ പ്രശ്നമായിരിക്കാം. അതായത് സ്ക്രിപ്റ്റ് അത്രയും ഓക്കെ തോന്നിയില്ല, ഭയങ്കര വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ്. ഫസ്റ്റ് ഹാഫ് വരെ ഒരുവിധം തരക്കേടില്ലാതെ കണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് എന്താ പറയുക, നമുക്ക് ഉറക്കം വരുവാണോ, കാണാൻ തോന്നുന്നില്ല, സീരിയസ്ലി കാണാൻ തോന്നുന്നില്ല. ഒരു ആർട്ട് വർക്കാണ്, അതിനോടുള്ള ഫുൾ റെസ്പെക്റ്റിൽ തന്നെയാണ് പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എടുത്ത് കൈവച്ച് പൈസ കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം അത്രേ ഉള്ളൂ. നല്ലൊരു പടം ആയേനെ കുറച്ച് കാര്യങ്ങൾ മാറ്റിയായിരുന്നെങ്കിൽ. പക്ഷെ ഇതിനകത്ത് ഫൈറ്റും ആ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ വെറുതെ ഫൈറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആ ഒരു കാര്യം വരുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യണ്ടേ? നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. അതുമല്ല, പ്രേമം നമ്മൾ എത്രയോ കണ്ട് മടുത്തു. അങ്ങനത്തെ ടൈപ്പ് പ്രേമങ്ങൾ എത്രയോ കാലമായിട്ട് ഇറങ്ങുന്ന ക്രിഞ്ചായിട്ടുള്ള ക്ലീശയായിട്ടുള്ള കുറേ പ്രേമങ്ങളും ഇതൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടു നോക്കുക.